അഞ്ചു, എൻ്റെ റിസൾട്ട് അറിഞ്ഞാ? ആ, എനിക്ക് 5+ ഒരു A ഉണ്ട്. ആ, നീ അറിഞ്ഞായിരുന്നോ? ആ, എനിക്ക് 3+ 3 A. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമെന്ന്? അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അല്ല, എന്താ എൻ്റെ പ്ലാൻ എന്താ? ഓ, അപ്പോൾ ഒരു കുട്ടി ഡോക്ടറൊക്കെ കാണാല്ലേ നാട്ടിൽ വരുമ്പോൾ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അച്ഛന് സ്ഥലം മാറ്റായിന്ന്? ഞങ്ങൾ അടുത്ത ആഴ്ച പോവും. ഇനി ബോംബെയിലാണ്. ആ, എന്തെങ്കിലും നല്ല സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് പഠിക്കണം. അപ്പം നമുക്ക് കാണാം. ശരി. മുംബൈക്കാരിയൊക്കെ ആയിട്ട് നല്ല ജോലി വാങ്ങിച്ചിട്ട് വാ. അപ്പം ഞാനിവിടെ വല്ല ഹോസ്പിറ്റലിലും വല്ല ഡോക്ടറൊക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹം. എന്നാൽ ശരി, ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പം എന്തെങ്കിലും നമുക്ക് കാണാം. ശരി. ഉമ്മ, എൻ്റെ റിസൾട്ട് വന്നേക്കണം. 5+ ഒരു A. ആണോ? ആ, ഉമ്മയ്ക്ക് സന്തോഷമായി മോളെ. പഠിച്ചു നമ്മളെ കാത്തു. അല്ലമ്മ, ആരും പുറത്തു വന്നേക്കുന്നേ? ആ, അതൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. നല്ല വലിയ വീട്ടുകാരാന്നാ പറഞ്ഞത്. കല്യാണോ? ആർക്ക്? ആർക്കാണെന്നോ? അനക്ക് തന്നെ, അല്ലാതെ വേറെ ഇവിടെ ആർക്കാ? വാപ്പോട് ഉമ്മ തന്നെ പറയും എനിക്കിപ്പോൾ നിൽക്കാനൊന്നും വേണ്ടെന്ന്. ദേ, നീ വെറുതെ വാപ്പാനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ടാട്ടോ. വാപ്പ എന്തായാലും നടത്തും. ഇത് നല്ലൊരു ആലോചനയാണ്. അനക്കിനി എന്തെങ്കിലും പറയണ്ടേ? നീ എന്നെ വാപ്പനോട് പറഞ്ഞോ. ഞാനായിട്ടും ഇതിൽ ഇടപെടില്ല. വാപ്പ എന്നെ നല്ലതിന് വേണ്ടി എല്ലാം ചെയ്യണത്. ഈ ചെല്ലാൻ നോക്കും. എൻ്റെ അടുത്ത് ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യൊക്കെ വേദന അയക്കണം. ഡോക്ടറൊന്ന് കാണണം. ഉമ്മുമ്മ, ഉമ്മുമ്മൻ്റെ കുട്ടി വന്നോ? എന്തായാലും എൻ്റെ റിസൾട്ട്? എനിക്ക് 5+ ഒരു A ഉണ്ട്. ആണോ? ആ, ഉമ്മയ്ക്ക് പെരുത്ത് സന്തോഷമായിരിക്കണം കേട്ടാ. പിന്നെ അല്ല, എന്താണൊരു കല്യാണലക്ഷണോ? എന്താ പറയാനുണ്ടല്ലോ എനിക്ക്? പറയ്. ഉമ്മുമ്മ പാപ്പോട് പറയും ഉമ്മ എനിക്കിപ്പോൾ നിക്കാഹ് വേണ്ടാന്ന്. ഈ എന്താ മോളെ ഈ പറയണേ? എനിക്ക് താഴെ 2 പെൺകുട്ടികളില്ലേ? അവരെ കെട്ടിച്ചുവിടണ്ടേ? എൻ്റെ കാര്യം ഇപ്പം നടന്നാലല്ലേ അവരുടെ പ്രായമാകുമ്പോൾ അവരെ കെട്ടിച്ചുവിടാൻ പറ്റൂ? എൻ്റെയും എൻ്റെ ഉമ്മാൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 15-17 വയസ്സിലൊക്കെ തന്നെ. എനിക്ക് 18 വയസ്സായില്ലേ? ഉമ്മ പറഞ്ഞ എന്തായാലും വാപ്പ കേൾക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വാപ്പ ഇത് നടത്തും. നല്ല ആലോചനയാണെന്ന് അവർ പറഞ്ഞത്. ഈ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. എൻ്റെ വാപ്പ ഇത് നടത്തും. ഞാനായിട്ട് അവനോടൊന്നും പറയില്ല. ഓ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. മനസ്സിലാവണ്ട എനിക്ക്? എന്നാ ചെല്ല്. സിസ്റ്റർ, ഞാൻ ഡോക്ടറെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, വിളിച്ചിട്ടുണ്ടായിരുന്നു. 5 വയസ്സ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആയിഷു അല്ലേ ഇത്? ആയിഷു, എടി നിന്നെ എത്ര നാളത്തെ ഞാൻ കാണണേ? ഞാൻ നാട്ടിൽ വന്ന ശേഷം നിന്നെ കുറെ അന്വേഷിച്ചു. പക്ഷെ എനിക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ കണ്ണിൽ വലിയ സന്തോഷം. അല്ല, നീ എന്തുമാത്രം മാറിപ്പോയത്? എനിക്ക് ഫസ്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അല്ല, നീ എന്നിവിടെ? ഞാൻ മോന് പോളിയോ കൊടുക്കാൻ വന്നതാ. ബേബി ഓഫ് ആയിഷ. ചെല്ലട്ടെ, കാണാം. ആരാ മോളെ അത്? അതെൻ്റെ ഫ്രണ്ടാ ആയിഷ. നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. 10th പ്ലസ് 2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ കെട്ടിച്ചു. ഇപ്പം കണ്ടില്ലേ, അവൾക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഉള്ള അവസ്ഥ കണ്ടില്ലേ? സ്വന്തമായി ഒരു ജോലി എന്നത് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ്. എന്നാൽ നമ്മുടെ സമൂഹം അതിനു മുൻപ് അവരെ വിവാഹം ചെയ്തു വിടുന്നു. പിന്നീടുള്ള ജീവിതം ഒരു പരീക്ഷയാണ്. ചിലർ ജയിക്കും, ചിലർ തോൽക്കും. ഒരു ജോലി ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും സ്വന്തം കാലിൽ നിൽക്കാം. ഇനിയെങ്കിലും മാറി ചിന്തിക്കൂ.